ഗൈസ്, അപ്പോൾ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ സീതാർ നെല്ലിയാമ്പതിയിലെ തേയിലത്തോട്ടവും വ്യൂ പോയിന്റും കണ്ടിട്ട് മടങ്ങി. സീതാർ കൊണ്ട് വ്യൂ പോയിന്റ്. വണ്ടികളൊക്കെ വരും. കാശപ്പി മുട്ടക്കാട്ടം വെയിലത്ത് നിന്നിട്ട് കാറിനടിയിൽ ഈ ഒരു പാർക്കിംഗ് സെക്ഷൻ അവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ അന്യായ ഫീലിംഗ്. അതായത് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല ഒരു തണുപ്പാണ്. അപ്പോൾ യാത്രയെ സ്നേഹിക്കുന്നവർ കൂടുതൽ ട്രാവൽ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം ലൈഫിൽ ഒക്കെ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻറ്റ്സും കിഡ്ലിനായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. യാത്രകൾ തേടി പോയിക്കൊണ്ടേയിരിക്കണം. ഇനി അടുത്ത് നമ്മൾ പാലക്കാട് വിട്ട് യാത്ര ചെയ്യണം. അതേ കേസ് ഞാനൊരു കാര്യം പറയാൻ പറ്റും. ഞാൻ മുടി വെട്ടി. അപ്പോൾ നിങ്ങളതിനെ കൂടുതലും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വ്ളോഗിലൊക്കെ മുടി നീട്ടി വളർത്തിയ ഒരു ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ഫുൾ ട്രിം ചെയ്ത് ഫ്രണ്ടിൽ കുടുക്കിന് വെച്ചിട്ടുള്ള ഒരു മുടി കൊണ്ട് വെട്ടി. നല്ല ഒരു പനി കിടപ്പിലായി 1-2 ദിവസം തീരെ വയ്യാണ്ടായി. അതുകൊണ്ട് മാത്രം പോയിട്ട് മുടി വളർത്തിയതാണ്. ഇപ്പോൾ ഒരു ഫ്രഷ്നെസ്, കൂൾനെസ് ഒക്കെ മനസ്സിനകത്തും എൻ്റെ ശരീരത്തും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന ഓരോ മൊമെൻറ്റ്സും ഓരോ ഹാപ്പി അവേഴ്സും ചെറിയ ദിവസങ്ങളാണെങ്കിലും ചെറിയ മണിക്കൂർ ഗ്യാപ്പിലാണെങ്കിലും നിങ്ങൾ കൂടുതൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ലൈഫിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്തത് എന്താണ് നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് മാറാൻ പറ്റുള്ളൂ. ചെറിയൊരു വിഷമം. നെല്ലിയാമ്പതിയാണിത്. സീതാർ കൊണ്ട് വാട്ടർഫാൾസ് കൊണ്ട് തപ്പി ഗൂഗിളിട്ട് വന്നതാണ്. അവസാനം വണ്ടി കയറി ചെന്നപ്പോൾ തന്നെ മനസ്സിലായി ഇത് നെല്ലിയാമ്പതി അല്ലേ എന്ന്. എന്നാലും നമ്മൾ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, നമ്മുടെ പിള്ളേരൊക്കെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്, ഒക്കെ പണ്ട് തപ്പി വന്നതാണ്. പക്ഷേ വെയിലായതുകൊണ്ട് വെള്ളമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി എടുത്തു, വണ്ടി തിരിക്കണു. ഇപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ സമയം. ഇനി വിശക്കണു, കഞ്ഞി കുടിക്കണം. അതേ കേസ്. ഇപ്പോൾ കുറച്ച് ദിവസം കഞ്ഞിയിലേക്കാണ് ഫുഡ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലി ഉള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. ഇപ്പോൾ കുറച്ച് ഡയറ്റിൽ പറഞ്ഞല്ലോ, പനി ബാധിച്ച് 1-2 ദിവസം ഇതിലായി. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാനൊക്കെയായി ഇപ്പോൾ 2 നേരം കഞ്ഞി ഈസ് മൈ ഡേറ്റിൻ്റെ രഹസ്യം വരും. ഫുഡിന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. കുറച്ചൊക്കെ ഫുഡ്, ജങ്ക് ഫുഡ്സ് കാര്യങ്ങൾ, പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇനി കുറച്ച് ആരോഗ്യം കൂടി നോക്കണം. എന്നാൽ മാത്രമേ നമുക്കിനി അടുത്ത പ്ലേസിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് വൈബായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ വെക്കേഷൻ സമയമായി, പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി 2-3 or 4 ഡേയ്സിനകം പിള്ളേർ തിരിച്ചെത്തും. അപ്പോൾ അവരുമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പോലുള്ള ടൈമായിരിക്കും. മൊത്തത്തിൽ ഒരു സദ്ഗമയ എന്ന് പറയുന്ന പോലെയുള്ള വീഡിയോസ് ഇനി കാണണം. എനിക്ക് ഓരോ ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി എനർജറ്റിക്കായുള്ള വീഡിയോസ് എടുക്കണമെന്ന് എനിക്ക് താല്പര്യം. പക്ഷേ എനിക്ക് ടൈം കാര്യങ്ങളിൽ മാത്രം ഈ സൺഡേ ട്രിപ്പാണ് ഞാൻ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾക്ക് വർക്ക്, എൻ്റെ കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ്, അടുത്ത് എന്നാണ് ഏതാണെന്ന് 1, 2, 3 വണ്ടി യാത്ര ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞായറാഴ്ച മാത്രം പുറത്തിറങ്ങാൻ. നമ്മൾ ഇന്ന് എല്ലാവരും പ്ലാൻ ചെയ്ത് കറുപ്പ് ഡ്രസ്സാണ് ഇട്ടിട്ട് വന്നത്. അപ്പോൾ ബ്ലാക്ക് ബ്ലാക്ക് ടച്ച് ബ്ലാക്ക്, എല്ലാവരും ബ്ലാക്കിൽ ഫോക്കസ്, ബ്ലാക്ക് എടുത്തിട്ടു. ഇന്നൊരു ബ്ലാക്ക് ഡേ ആണ് നമുക്ക്. പക്ഷെ അതേമാതിരി ബ്ലാക്കായി പോയി. നെല്ലിയാമ്പതി വണ്ടി കയറി സീതാർ കൊണ്ടുകാണ് വന്നിട്ട് വന്നു. അവിടെ വെള്ളമൊന്നുമില്ല, ഒരു നൂല് പോലെ വരുന്നതാണ്. അത് നമ്മൾ ആനക്കല്ല് പോയപ്പോഴേ ഉണ്ടായിരുന്നു. ഇതിനേക്കാളും ഇല്ലേ ആനക്കല്ലിൻ്റെ
വണ്ടിയാണ് ഗൈസ്. ഗൈസ് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് വണ്ടി എടുത്ത് നേരെ വന്നിട്ട് കിട്ടിലൊരു വ്യൂ പോയിൻ്റ് അവിടെ നിർത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു എപ്പോൾ വന്നാലും പോയാലും ഈ ഒരു വ്യൂ പോയിൻ്റ് നിർത്തി 1-2 ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ പോകുള്ളൂ.